ഈ വീഡിയോ ആരും സ്ക്രോൾ ചെയ്യരുത്. ഇവിടെ പ്രതികരിക്കേണ്ടത് നിങ്ങളാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാം. നോമ്പുണ്ടോ? ഞാൻ നോമ്പ് നമുക്കില്ലല്ലോ, ബീഫ് ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ വെജിറ്റേറിയൻ അല്ലേ. കുറ്റപ്പെടുത്തലല്ല, പക്ഷേ ഇത് നാടിനാപത്താണ്. ഒരാളോട് എന്ത് ചോദിക്കണമെന്ന് നമുക്കറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലത്. നമ്മൾ 10 പേരെ അറിയുന്ന ആരെങ്കിലും എവിടെങ്കിലും വെച്ച് കണ്ടാൽ മൊബൈൽ പെട്ടെന്ന് ഓണാക്കും. ആവശ്യമില്ലാത്ത എന്തെങ്കിലും പൊട്ട ചോദ്യങ്ങൾ ചോദിക്കും. ആ പാവങ്ങളെ വിവാദത്തിലാക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒരു മുസ്ലിം പണ്ഡിതനെ കാണുമ്പോൾ നിങ്ങൾ ഇന്ന് പോർക്ക് കഴിച്ചായിരുന്നോ? ഒരു ബ്രാഹ്മണനെ കാണുമ്പോൾ നിങ്ങൾ ബീഫ് കഴിച്ചായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും അവരവരുടെ മതത്തോടും അതിന്റെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും വലിയ ബഹുമാനം ഉണ്ടാവും. അവർ ചിലപ്പോൾ ഒന്നും കഴിക്കില്ല, അത് നിങ്ങൾക്കും അറിയാം. ഈ അറിഞ്ഞു വെച്ചിട്ട് അവരെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി തന്നെയല്ലേ ഇത് ചോദിക്കുന്നത്? ഇതുകൊണ്ട് എന്തു മനോസുഖമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഒന്ന് പറഞ്ഞുതരാൻ കഴിയൂ? ചോദ്യകർത്താക്കളോട് സ്നേഹപൂർവ്വം ഒരാളുടെ വായിൽ നിന്ന് അബദ്ധത്തിൽ എന്തോ ഒന്ന് വീണ് കിട്ടി, നമ്മളതിനെ പബ്ലിക്കിലേക്ക് എത്തിച്ചു. അയാളെ എയറിലാക്കാനും നമ്മുടെ റീച്ച് ഒന്ന് കൂട്ടാനും വേണ്ടി ഒരാൾ മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര വഷളായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നത് മോശമല്ലേ? നമുക്ക് ചോറുണ്ണാൻ വേണ്ടി പാവങ്ങളുടെ ചുടുചോര ചീന്തണോ? കൂട്ടുകാരെ, അവരും മനുഷ്യരല്ലേ, മജ്ജയും മാംസമുള്ള അഭിമാനമുള്ള മനുഷ്യര്. നമ്മൾ ചിന്തിക്കണം, ചിലപ്പോൾ അവർ ആരുടെയെങ്കിലൊക്കെ മാതാപിതാക്കളായിരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ മക്കളായിരിക്കും. നമ്മൾ അവരെ അങ്ങ് ചവിട്ടി താഴ്ത്തുമ്പോൾ ഒരു കുടുംബമല്ലേ വേദനിക്കുന്നത്? അവർ ഒരുപാട് പേരുടെ മുമ്പിൽ ചിലപ്പോൾ അപമാനിക്കപ്പെടില്ലേ? നമ്മളതൊന്നും അറിയുന്നില്ല. ഒരു കുടുംബത്തിന്റെയും ഉള്ളറയിലെ വേദന നമ്മൾ അറിയുന്നില്ല. ചിലപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് പോലും ആ പ്രിയപ്പെട്ടവർ നമ്മൾ കാരണം ആട്ടിയിറക്കപ്പെടും. ഇനി എനിക്ക് പറയാനുള്ളത് പൊതുസമൂഹത്തോടാണ്. ഇതിന്റെ കാരണക്കാർ നിങ്ങൾ മാത്രമാണ്. കാരണം ഇങ്ങനെയുള്ള സെക്സുപരമായിട്ടുള്ള ചോദ്യങ്ങൾ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, ഒരാളുടെ മതം, രാഷ്ട്രീയം, കുടുംബത്തിന്റെ സ്വകാര്യതകളും ചോദിച്ച് ആരെങ്കിലും വന്നാൽ ആ സമയം നിങ്ങൾ പ്രതികരിച്ചില്ല, നിങ്ങൾ അവരെ ആട്ടിയിറക്കിയില്ല, പൊതുസമൂഹത്തിലേക്ക് അവരെ എത്തിച്ചു കൊടുത്തില്ല. അതുകൊണ്ടാണ് ഇവർ കൂനകൂല വളർന്നത്. അല്ലെങ്കിൽ നമുക്കെല്ലാം കേൾക്കാൻ താല്പര്യവും ഇങ്ങനെയുള്ള ഗോസിപ്പിന്റെ കഥകളാണല്ലോ. രാജ്യത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട്, അവരെ ഒന്നും കേൾക്കാനും കാണാനും ഇവിടെ ആരുമില്ല. നമുക്കെല്ലാം ഇക്കിളിപ്പെടുത്തുന്ന പൈങ്കിളി കഥകളോടാണ് താല്പര്യം. അതൊക്കെ തന്നെയാണ് ഈ ലോകം മുതലാക്കുന്നതും. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ പ്രതികരണങ്ങൾ നിറയട്ടെ. ഇനിയെങ്കിലും ഇതിനൊരു മാറ്റമുണ്ടാകട്ടെ.